ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗിരീസ് വെറൈറ്റി വ്ലോഗിലേക്ക് സ്വാഗതം. എൻ്റെ കൂട്ടുകാരെല്ലാം സുഖമായിരിക്കുന്നുണ്ട് അല്ലേ? ഞാനും സുഖമായിരിക്കുന്നു. ഞാൻ ഇന്ന് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മൾ ഫെം എന്ന് പറയുന്ന ബ്ലീച്ച് ചെയ്യുന്നതാണിത്. ഗോൾഡൻ ബ്ലീച്ചാണ്. നമുക്ക് പാർലറിലൊന്നും പോകാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഇതിൻ്റെ ഒരു പ്രധാന ഗുണം എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തെ കരിവാളിപ്പും ഈ സൺടാൻ കൊണ്ടുള്ള ആ കരിവാളിപ്പ്, അതുപോലെ തന്നെ മുഖത്ത് ചെറിയ ചെറിയ ഇങ്ങനെ കറുത്ത പാടുകൾ കാണുക, അങ്ങനെയുള്ള ഇതെല്ലാം മാറി. അതുപോലെ ഹെയർ, നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചെറിയ ചെറിയ ഹെയറുകളുണ്ടല്ലോ, അതെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാതെ തന്നെ നമുക്കതിൻ്റെ നിറം മാറ്റാൻ പറ്റും. അത് ഈ ഫെം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതെന്ന് പറയുന്നത് നമുക്ക് യാതൊരു ദോഷവും ഉണ്ടാകുന്നതല്ല. അപ്പം നമുക്ക് ഈ ഹെയർ റിമൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ വളരും. പിന്നെ വളരുന്നത് നല്ല ശക്തിയായിട്ടുള്ള ഹെയറാണ് വരുന്നത്. അപ്പം നമുക്ക് പിന്നെ ബ്ലീച്ച് ചെയ്യുമ്പോഴത്തേനും അത് അത്ര കളറ് പെട്ടെന്ന് പിടിക്കത്തുമില്ല അതിൽ. അപ്പോൾ നമ്മൾ ഇത് ഹെയർ ഒന്ന് റിമൂവ് ചെയ്യാതെ നമ്മുടെ ആ ഉള്ള ഹെയറിൻ്റെ കളറൊന്ന് ഡിമ്മാക്കുക. അതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതുപോലെ ഡിസ്കളറേഷൻ, മുഖത്തുണ്ടാകുന്ന അതെല്ലാം മാറ്റിത്തരാനും മുഖം നല്ല ഗ്ലോ കിട്ടാനും നല്ല ബ്രൈറ്റ് ആകാനും ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് കിട്ടുന്ന ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് ഈ ഫെം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് മാസത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി. അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യേ വേണ്ട. അത് നമുക്ക് മുഖത്തിന് ദോഷമാണ്. അപ്പം നമ്മൾ ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും ചെയ്താൽ മതി. അതുപോലെ തന്നെ നമുക്കൊരു ഫംഗ്ഷനൊക്കെ പോകണമെങ്കിൽ, ഒരു പാർട്ടിക്കൊക്കെ പോകണമെങ്കിൽ 2 ദിവസം മുമ്പേ നമ്മളിത് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. ഇത് പലർക്കും അറിയാവുന്നതായിരിക്കും, എങ്കിലും അറിയാൻ വയ്യാത്ത നമ്മുടെ കൂട്ടുകാർക്ക് ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് ഇതാണ് ഈ ഫെമ്മിൻ്റെ ഗോൾഡൻ ബ്ലീച്ച്. ഇതിനകത്ത് ഞാൻ നിങ്ങളെ തുറന്ന് കാണിക്കാം. ഇതിനകത്തുള്ളത് ഒരു ക്രീമുണ്ട്, അതുപോലെ തന്നെ ഒരു ആക്റ്റീവ് പൗഡറും, പിന്നെ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് തന്നെ പല ടൈപ്പിലുള്ളതുണ്ട്. ഡീറ്റാൻ ഒക്കെ ചെയ്യുന്ന അങ്ങനത്തെ പല രീതിയിലുള്ളതുണ്ട്. പക്ഷേ ഇത് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുള്ളതാണ്. വളരെ നമുക്ക് നല്ല ഗുണമുള്ളതാണ്, യാതൊരു ദോഷവുമില്ല. പിന്നെ ഇതെന്താ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷമേ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. ഇനി ചിലർക്ക് ആർക്കെങ്കിലും ഇറിറ്റേഷനോ വല്ലതും ഉണ്ടാവുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇത് ഒരു 15 മിനിറ്റ്, 10 തൊട്ട് 15 മിനിറ്റ് സമയം നമ്മളിത് ഇട്ടാൽ മതി. അപ്പോഴത്തേനും തന്നെ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ബ്ലീച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഗ്ലാസിൻ്റെ ബൗളേ എടുക്കാവുള്ളൂ. അല്ലാതെ സ്റ്റീൽ പാത്രമോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ ഒന്നും എടുക്കാൻ പാടില്ല. ഇതേ ഉപയോഗിക്കാവുള്ളൂ. കാരണം ഇതിൻ്റെ ആക്റ്റീവ് പൗഡർ എന്ന് പറയുന്നത് അമോണിയാണ്. അപ്പോൾ നമ്മൾ മറ്റ് അങ്ങനെയുള്ള പാത്രങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഒരു ബൗളാണ്. പിന്നെ നമുക്ക് നമ്മുടെ ക്രീം എന്ന് പറയുന്നത് ഇതാണ്. ഇത്രയുമാണ് ഇതിനകത്തുള്ളത്. ഇത് ശരിക്കും 8 ഗ്രാമാണ് ഇതിൻ്റെ നെറ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. 7 ഗ്രാം ഈ ക്രീമും 1 ഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ ഈ അമോണിയ. ശരിക്കും ഈ പൗഡർ എന്ന് പറയുന്നത് ഇതിനകത്ത് അമോണിയാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ആർക്കെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കരുത്. പക്ഷേ അങ്ങനെ അധികമൊന്നും ആരും ഇറിറ്റേഷനുള്ളതായിട്ട് പറഞ്ഞു കേട്ടിട്ടില്ല. അങ്ങനെ പിന്നെ ചില സ്കിന്നുകൾക്ക് ഇനി പറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കരുത്. പക്ഷേ ഞാനിത് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ്, എനിക്ക് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഇത് 1 ഗ്രാമാണ്. മൊത്തം 8 ഗ്രാമാണ് ഇതുള്ളത്. അപ്പം ഇത് നമ്മൾ മുഴുവനും ഒന്നും എടുക്കണ്ട. അതുപോലെ ഈ ഇതെന്ന് പറയുന്നത് നമ്മൾ ഒരു പിഞ്ചാണ് എടുക്കുന്നത്, അല്ലാതെ ഇത് നമ്മൾ മുഴുവനായിട്ട് എടുക്കുന്നേ ഇല്ല. ഇപ്പം ഈ 7 ഗ്രാം എന്ന് പറഞ്ഞത് തന്നെ നമുക്കൊരു 3 പ്രാവശ്യമൊക്കെ ഉപയോഗിക്കാൻ പറ്റും. കാരണം നമ്മുടെ മുഖത്ത് മൊത്തം ഒന്നും കണ്ണിൻ്റെ ഭാഗത്തിടാൻ പാടില്ല, അതുപോലെ ചുണ്ടിൽ ഒന്നും വരാൻ പാടില്ല. പിന്നെ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടാൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ ഈ ഹെയർ, ചെറിയ ചെറിയ ഹെയറൊക്കെ നിറം മാറി തുടങ്ങും. അതായത് നമ്മുടെ ഒരു ബ്രൗൺ കളർ, നമ്മുടെ സ്കിന്നിൻ്റെ കളർ തന്നെ ആകും. പിന്നെ ഇത്തിരി ഇരുണ്ട നിറക്കാരാണെങ്കിൽ ഒരു 10 മിനിറ്റ് ഇട്ടാൽ മതി. അപ്പം അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് ഈ ഗോൾഡൻ ഒരു അങ്ങനത്തെ കളർ വരുമ്പോൾ അവരുടെ കളർ ഇതും കൂടി ഒരു ചെറിയ വ്യത്യാസം വരുമല്ലോ. അതുകൊണ്ട് അത് 10 മിനിറ്റ് ഇടുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ അതേ ഏത് സ്കിന്നാണോ അതിൻ്റെ കളറിലിരിക്കും. ഇത്തിരി കളറുള്ളവരാണെങ്കിൽ ഒരു 15 മിനിറ്റ് വരെ ഇടാം. അപ്പോൾ ഇതാണ് സാധനം. അപ്പോൾ ഇത് ഞാൻ ഈ പാത്രത്തിലേക്ക് എടുക്കാം. ഇപ്പം ഇതിനായിട്ട് ഇവരൊരു ചെറിയ ഒരു സ്പൂൺ മാതിരി ഒരു ഇത് തരുന്നുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ. ഇത്രയും ഞാൻ ക്രീമാണ് എടുക്കുന്നത്. ഇത് ഞാൻ ഇതിനകത്തേക്ക് ഇടുവാണ്. ഇനി എടുക്കുന്നത് ഈ ആക്റ്റീവ് പൗഡറാണ്.
ഇതെന്ന് പറയുന്നത് ഒരു പിഞ്ച് മതി. എനിക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഇതിങ്ങനെ തുറന്നാൽ മതി. എന്നിട്ട് ഇപ്പം നമുക്കിപ്പോൾ ഒരു പിഞ്ചെന്ന് പറഞ്ഞാൽ നമുക്കത് കയ്യിലോട്ട് ഇതിങ്ങനെ നോക്കി ഇട്ടാൽ മതി. കണ്ട, ഇത്രയും മതി. ഉണ്ടോ? ഇതാ, ഇത്രയും പൗഡർ ഇട്ടാൽ മതി. ഇത് രണ്ടും കൂടി നമുക്ക് ഈ ചെറിയ ഈ സ്പൂൺ വെച്ച് തന്നെ മിക്സ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൈകൊണ്ട് തന്നെ അത് മിക്സ് ചെയ്യുമ്പോൾ നല്ല ക്രീമായിരിക്കണം. ഒട്ടും തരിയൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇത് ചെറിയ തരിമാതിരി ഉള്ളതാണ്. അതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ നല്ല ക്രീമാക്കണം. ക്രീമാക്കിയിട്ട് നമുക്കിത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് ഇത് വെച്ച് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ കൈകൊണ്ടൊന്ന് തൊട്ട് നോക്കണം, തരിയായിട്ട് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമേ അപ്ലൈ ചെയ്യാവുള്ളൂ. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. നമ്മളിപ്പോൾ എടുത്ത ക്രീം എന്ന് പറയുന്നത് 3 പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. പക്ഷേ മുഖത്ത് നല്ല ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മളത് കട്ടിക്കിടണം. അപ്പോൾ അത് 2 പ്രാവശ്യം ഉപയോഗിക്കാനേ കാണത്തുള്ളൂ. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഫേസിൻ്റെ ഇതനുസരിച്ച് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഫേസിലും കയ്യിലും അങ്ങനെയൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ അത് 1 പ്രാവശ്യമായിട്ട് മാത്രമേ എടുക്കാൻ കാണത്തുള്ളൂ. അത്രക്കുള്ള അളവേ ഉള്ളൂ. ഇതിൻ്റെ വലിയ പാക്കറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം നന്നായിട്ട് മുഖം കഴുകണം. അത് ഫേസ് വാഷ് ഉപയോഗിച്ചോ സോപ്പ് ഉപയോഗിച്ചോ എന്ത് വെച്ചാണെങ്കിലും നന്നായിട്ട് മുഖം കഴുകി അഴുക്കൊന്നും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ നമ്മൾ മുഖത്തിടുമ്പോൾ ചെവിയിലും കഴുത്തിലും എല്ലാം ഇടാവുന്നതാണ്. അപ്പോൾ ആ കളർ വ്യത്യാസം ഉണ്ടാവത്തില്ല. പിന്നെ നമ്മുടെ ഇങ്ങനെ കഴുത്തിലെ മാലയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റിയതിന് ശേഷമേ ഇടാവുള്ളൂ. അതുപോലെ ഇത് ഇട്ടതിന് ശേഷം നമ്മളൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം 15 മിനിറ്റുള്ള അരും ഇട്ടുകൊണ്ടിരിക്കരുത്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 6 മണിക്കൂറത്തേക്ക് മുഖം നമ്മുടെ ഈ സോപ്പ് വെച്ചോ അല്ലെങ്കിൽ ഫേസ് വാഷ് വെച്ചോ ഒന്നും കഴുകാൻ പാടില്ല. അത് വെയിൽ കൊള്ളാൻ പാടില്ല. മാക്സിമം എല്ലാവരും വൈകുന്നേര സമയങ്ങളിൽ ചെയ്യുന്നതാണ് നല്ലത്. അപ്പം പിന്നെ വെയിലിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം എന്താണെങ്കിലും പിന്നെ വെയിലത്തേക്ക് ഇറങ്ങാതിരിക്കുകയാണ് നല്ലത്. അപ്പം ഞാനിത് ഇടുവാണ്. കണ്ണിൻ്റെ ഭാഗത്തോട്ട് അധികം പോകണ്ട. നമ്മളിതിടുമ്പോൾ മാക്സിമം നമ്മുടെ മുടിയിലൊന്നും പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരു ഹെയർ ബാൻഡ് ഇടുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കണം. കാരണം അതുപോലെ പുരികത്തിലാണെങ്കിലും തൊടണ്ട, കാരണം അത് കളർ മാറത്തില്ലേ. അപ്പം അതുകൊണ്ട് അതും ശ്രദ്ധിക്കണം. നമ്മൾ പൊട്ട് മാറ്റിയിട്ടില്ലായിരുന്നു. കണ്ണാടി വെച്ചല്ലല്ലോ, ഫോണിൻ്റെ ഇത് വെച്ചാണ് നമ്മൾ ഇടുന്നത്. അതുകൊണ്ടാണ്. അതുപോലെ കഴുത്തിലും ഇടണം. ഇത് സമയം നോക്കി തന്നെ നമ്മൾ ഇടാവുള്ളൂ. 15 മിനിറ്റിൽ കൂടാനേ പാടില്ല. കാരണം നമ്മുടെ ആ ഹെയറിൻ്റെയൊക്കെ കളറങ്ങ് വല്ലാണ്ട് ഒരു ചെമ്പൻ കളറാവും. അപ്പം അത് ആകാതെ നമ്മുടെ സ്കിന്നിൻ്റെ കളറിനനുസരിച്ച് തന്നെ
കൂടുതലായിട്ട് എടുത്ത് നമ്മുടെ കയ്യിൽ കരിവാളിപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഇടാവുന്നതാണ്. ഇത് നമുക്ക് പാർലറിൽ പോകാതെ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ്. ഒരു ഫംഗ്ഷന് 2 ദിവസം മുമ്പ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മുഖം നല്ല ഗ്ലോയും നല്ല നിറവും ഒക്കെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ആണെങ്കിലും ഒന്നും നമുക്ക് അറിയത്തേയില്ല മുഖത്തുണ്ടെന്നുള്ളത്. പക്ഷെ നമ്മളല്ലാതെ ഇത് റിമൂവ് ചെയ്യുന്ന ക്രീമുകളുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് പക്ഷെ കുറച്ച് ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും അത് വളരുന്നത് നല്ല എന്താണ് ഹെൽത്തിയോട് കൂടിയായിരിക്കും വളരുന്നത് അതിൻ്റെ റൂട്ടൊക്കെ. അപ്പം പിന്നെ നമ്മൾ ഈ ഇടുന്നതിൻ്റെ അളവ് തന്നെ എടുക്കണം കൂടുതൽ, എങ്കിലേ അത് ബ്രൗൺ കളർ ആവത്തുള്ളൂ. ഇത് നമ്മൾ ഒരു പല പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇതിൻ്റെ നിറം കുറഞ്ഞ് ശരിക്കും ബ്രൗൺ കളർ തന്നെ ആകും. അപ്പം പിന്നെ ഇങ്ങനെ മേൽചുണ്ടിലും അതുപോലെ നമ്മുടെ മുഖത്ത് ഇങ്ങനെ കവിളിലും ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ ഹെയർ കൊണ്ട് ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട്. നമ്മളോട് പറയാറ് തന്നെയുണ്ട് ഇത് മാറാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് പെർമനൻ്റ് ആയിട്ട് മാറാനായിട്ട് നമുക്ക് ലേസർ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഒരുപാട് ചിലവുള്ളതാണ്. പക്ഷേ അതിൽ നമുക്ക് ഇതെന്ന് പറയുന്നത് ഇതിപ്പോൾ ശരിക്കും 45 രൂപയേ ഉള്ളൂ ആ 8 ഗ്രാമിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു 2 പ്രാവശ്യം നന്നായിട്ട് ഇതിപ്പോൾ ഒരു 3 പ്രാവശ്യം ഇടത്തക്ക രീതിയിലുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 പ്രാവശ്യമാണെങ്കിൽ കുറച്ചുകൂടി ഹെയർ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ കട്ടിയിലിടാം. അങ്ങനെയാണെങ്കിൽ പോലും ഇത്രയും രൂപ കൊണ്ട് നമുക്കിത് നമ്മുടെ ആ ഒരു ബുദ്ധിമുട്ട് മാറ്റാവുന്നതാണ്. അപ്പം ഇത് നമുക്കിട്ടിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് ഇടുന്നുള്ളൂ. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് കഴിയും. ഇപ്പോഴേകദേശം 10 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ 15 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുന്നില്ല. ഇപ്പം മുഖം നന്നായിട്ട് ഇങ്ങനെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു നനഞ്ഞ ഒന്നുകിൽ നമ്മൾ മുഖം കഴുകുക, അല്ലെങ്കിൽ ഒരു നനഞ്ഞ പാട് വെച്ച് മുഖം തുടയ്ക്കാം. നമ്മൾ കണ്ണടച്ച് വെച്ചിട്ട് തുടയ്ക്കാവുള്ളൂ. എങ്ങാനും ഒന്ന് തെറിച്ച് വീണാലേ. ഒരു നനഞ്ഞ കോട്ടൺ മച്ചായാലും മതി. ആദ്യം തുടയ്ക്കുക, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മുഖം കഴുകിയാൽ മതി. ഇപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും എൻ്റെ ആ മുഖത്തുണ്ടായിരുന്ന ആ കരിവാളിപ്പെല്ലാം മാറിയതേ കണ്ടോ. മുഖം നല്ലൊരു നമ്മുടെ ഒന്നാമത് നമ്മുടെ ഹെയർ പോലും ആ ഒരു കളർ മാറിയുകൊണ്ടാണ് നമുക്ക് ഇത്ര ഒരു ഇത് കിട്ടുന്നത്. കണ്ട അതെ, ഇതുപോലെ കഴുത്താണെങ്കിലും ഒക്കെ നല്ലൊരു നിറം കിട്ടിയിട്ടുണ്ട്. ഇനിയും നന്നായിട്ട് മുഖം കൂടി കഴുകണം. നമ്മൾ മുഖം ആദ്യം ഒന്ന് പച്ചവെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഐസ് ക്യൂബ് വെച്ചൊന്ന് മുഖം ഇങ്ങനെ ചെയ്യുന്നതുമൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ ഈ പോർട്സിനൊക്കെ. അപ്പോൾ അങ്ങനെയും ചെയ്യാം, ഇല്ലാന്നെങ്കിൽ തണുത്ത വെള്ളത്തിലും കഴുകാം. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 മണിക്കൂറത്തേക്ക് നമ്മൾ സോപ്പോ ഫേസ് വാഷോ ഒന്നും ഇടരുത്. ഇത് പ്രത്യേകം ഓർക്കണം. മറ്റ് ക്രീമുകളോ ഒന്നും നമ്മൾ ചെയ്യണ്ട. ഞാനിപ്പോൾ മുഖം നന്നായിട്ട് കഴുകി, ഐസൊന്നും ഇട്ടില്ല. ഞാനിപ്പോൾ ബാംഗ്ലൂരാണ്. അപ്പം അവിടുന്ന് നല്ല തണുപ്പുള്ള സമയമാണ്. അപ്പം പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളത്തിനൊക്കെ ഒരു ഐസിൻ്റെ അത്ര തണുപ്പാണ്. അപ്പം ഞാൻ ആ വെള്ളം വെച്ച് തന്നെ അങ്ങ് മുഖം കഴുകിയപ്പം നല്ലൊരു നമുക്കൊരു സുഖം കിട്ടി. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ നമുക്ക് മുഖത്തിനൊരു നല്ല നമ്മൾ ആ ഒരു ആക്റ്റീവ് പൗഡർ ഇടുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കത് ഈ ഒരു തണുത്ത ഐസ് ക്യൂബോ അല്ലെങ്കിൽ ഐസ് വെള്ളം ഒഴിച്ച് കഴുകുമ്പോൾ ആ ഇതങ്ങ് മാറിക്കോളും. അപ്പം നല്ല സുഖമുണ്ട് നമ്മുടെ മുഖത്തിന്. കണ്ടോ, വ്യത്യാസം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അല്ലേ. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. നമ്മുടെ മുഖത്തുള്ള ഹെയർ കൊണ്ട് വിഷമിക്കുന്നവരോ അല്ലെങ്കിൽ കരിവാളിപ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് 100% കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കിയതിന് ശേഷം എനിക്ക് കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും അതുപോലെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഉപകാരപ്രദമായ അടുത്ത വീഡിയോ ഞാൻ വരാം. ബൈ.